ഹലോ ഗായ്സ്, അങ്ങനെ അത് രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് രണ്ട് പേര് ഇതാ വണ്ടിയിൽ കൂടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ആദ്യക്കുട്ടിന് ബർത്ത്ഡേക്ക് കിട്ടിയ വണ്ടിയായിരുന്നു ഇത് രണ്ടും. അങ്ങനെ ഒന്ന് പാറൂരും ഒന്ന് ആദിക്ക് വേണ്ടിയിട്ട് ഇതാ ഒന്ന് പാപ്പ വാങ്ങിയതും ഒന്ന് അമ്മച്ചനിട്ടോ വണ്ടി വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ രണ്ടുപേരും ഈ വണ്ടി വെച്ചിട്ടാട്ടോ കളി. രാവിലെ തന്നെ രണ്ടുപേരും ഭയങ്കര കളിയിലായിരുന്നു. അതിനിടയിൽ ഇടയ്ക്ക് കച്ചറയും കാര്യങ്ങളും ഉണ്ടാവാറുണ്ട്. എനിക്ക് ആ വണ്ടി വേണം എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും കച്ചറയും കാര്യങ്ങളായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ അനിയന് ഇതാ പുറത്ത് പോയി വന്നതായിരുന്നു. അപ്പോൾ പാറക്കുട്ടിക്ക് കടയിൽ പോയി മിഠായി വാങ്ങണമെന്ന് പറഞ്ഞപ്പോൾ ഇതാ അനിയന് ഇതാ കൊണ്ടുപോകാമെന്ന് പറഞ്ഞതാ പാറക്കുട്ടീനെ വണ്ടിയിലേക്ക് കൊണ്ടുപോകാൻ നിൽക്കുക കേട്ടോ. അങ്ങനെ പോകാൻ നിന്നപ്പോൾ ആദിക്കുട്ടിനെ ഒന്ന് മൂളിയിട്ടുണ്ടായിരുന്നു അവൻ്റെ കൂടെ പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ അവനെ എന്തായാലും ബൈക്കിൽ കയറ്റാൻ പറ്റില്ല, അവനെ ഭയങ്കര വികൃതിയാണ്, അവൻ നന്നായിട്ട് ചാടും. അപ്പോൾ അവനെ കയറ്റലില്ല. അപ്പോൾ അവൻ പോണത് കണ്ടിട്ട് ഇതാ ഭയങ്കര സങ്കടമായിട്ടുണ്ട് ആൾക്ക്. അമ്മ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കരച്ചിലായിരുന്നു. അങ്ങനെ അവൻ്റെ കരച്ചിൽ എങ്ങനെയെങ്കിലുമൊക്കെ മാറ്റിയെടുക്കണമല്ലോ. അപ്പോൾ അവൻ്റെ സ്റ്റാർ ഫ്രൂട്ട് കണ്ടപ്പോൾ അവന് വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചിട്ടുണ്ടായിരുന്നിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു പോയിട്ടോ. അങ്ങനെ അതാ അവന് സ്റ്റാർ ഫ്രൂട്ട് ഞാൻ പറിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ചെറുതാകുമ്പോൾ തന്നെ അവൻ പറിക്കലാട്ടോ. എന്നോട് പറിച്ചു തരാൻ പറയലായിരുന്നു. അവന് ഒരുപാട് ഇഷ്ടമാണ് ഈ ഒരു സാധനം. അങ്ങനെ അവന് ചെറുതാണ്, ചെറിയൊരു കയ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, മധുരമായി വരുന്നേ ഉള്ളൂ. അങ്ങനെ കുറച്ച് നേരം അവൻ്റെ കരച്ചിലൊക്കെ മാറ്റി അവൻ അത് കഴിച്ചുകൊണ്ടിരുന്നിട്ടോ. ഇന്നെന്താണെന്നറിയില്ല, നല്ല വെയിലായിരുന്നു. ഇന്നലത്തെ പോലത്തെ മഴയും കാര്യങ്ങളൊന്നുമില്ല. ഇന്ന് ഭയങ്കര വെയിലും കാര്യങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ ആദിക്ക് കുറച്ച് നേരം മുറ്റത്ത് കളിക്കാനായിട്ടുണ്ട്. അങ്ങനെ ചേച്ചി വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ചേച്ചി വന്നപ്പോൾ ഇതാ ആദിക്കൂട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് ചേച്ചി എന്താ കൊണ്ടുവന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇതാ ചേച്ചീൻ്റെ പൊതിയിൽ എന്താ കൊണ്ടുവന്നിട്ടുള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ ആദിക്കൂട്ടനും. അങ്ങനെ ചേച്ചി ഭയങ്കര ഉമ്മൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു അനിയനെ. അങ്ങനെ ചേച്ചിക്ക് സങ്കടം ഉണ്ടായിരുന്നു കൊണ്ടുപോകാത്തതുകൊണ്ട് കേട്ടോ. പക്ഷെ അവൻ അടങ്ങിയിരിക്കില്ല ബൈക്കിൽ, അതുകൊണ്ടാട്ടോ കൊണ്ടുപോകാഞ്ഞേ. അങ്ങനെ ഈ ഒരു കോൽമിഠായി വാങ്ങിയിട്ട് കാണാൻ തന്നെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഈ മിഠായി. പക്ഷേ കഴിച്ചപ്പോൾ അത്ര ടേസ്റ്റ് ഇല്ലായിരുന്നു. അവർ രണ്ടുപേരും കഴിച്ചിട്ട് അവിടെ ഇട്ടതാണ് ചെയ്തത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കഴിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. വലിയ രസം ഇല്ല കേട്ടോ ഈ മിഠായി. അങ്ങനെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അവൻ ഒന്ന് അക്കി നോക്കുന്നൊക്കെ ഉണ്ട്. അവന് പറ്റിയതേ അവൻ കഴിക്കാറുള്ളൂ. അങ്ങനെ പറ്റാത്ത അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കണ ആ ഒരു ശീലം ആദ്യക്കുട്ടനില്ല കേട്ടോ. പിന്നെ അടുത്ത് വാങ്ങിയിട്ടുള്ള ഐസ്ക്രീം ആയിരുന്നു കേട്ടോ. ഐസായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് നേരം ഐസ് അങ്ങനെ കടിച്ച് പിടിച്ച് നിന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നല്ല തണുപ്പായതുകൊണ്ട് അവന് തിന്നാൻ കഴിയുന്നില്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ പാറുക്കുട്ടിയും അതേപോലെ ആദിക്കുട്ടിനെ കുറച്ച് നേരം അങ്ങോട്ട് കൂടി സംസാരിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നു. പാറുവിന് എന്താണെന്നറിയില്ല, ഐസിൻ്റെ ഒരു പൂതി ഇല്ല കേട്ടോ. അവൾ അവിടെ തന്നെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അവൾക്ക് തൊണ്ടവേനയും കാര്യങ്ങളുണ്ടായിരുന്നു കുറച്ച് ദിവസം മുന്നേ. അപ്പോൾ അതുകൊണ്ട് എന്താ അറിയില്ല, അവൾ കഴിച്ചിട്ടില്ല, ഫ്രിഡ്ജിൽ തന്നെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു മിഠായി വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒരു പാലിൻ്റെ ഒക്കെ ടേസ്റ്റ്, നല്ല ടേസ്റ്റുള്ള മിഠായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടം കേട്ടോ. അങ്ങനെ ഇതാ പാറുവിന് ഒത്തിരി ഇഷ്ടമാണ് മിഠായി. അവൾ അത് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ രണ്ടുപേർക്ക് ഇതാ ചോറ് കൊടുക്കാമെന്ന് ചോറിന് ഞങ്ങൾക്ക് ഇതാ ചിക്കൻ പൊരിച്ചതുണ്ടായിരുന്നു. പിന്നെ ചേമ്പ് തണ്ടുകൊണ്ടൊരു ചെറിയൊരു കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ പച്ചക്കായ കൊണ്ട് ചെറിയൊരു ഉപ്പേരി പോലെ ഒരു ഇതുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാ അങ്ങനെ ഞാൻ ഇന്ന് എൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അനിയനെ ദുബായിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റേതായ ഒരു സന്തോഷത്തിലാണ് ഞാൻ. അപ്പോൾ ഇതാ പാറുവിനും ഭയങ്കര ഹാപ്പി ആയിട്ട് ആൾ. അങ്ങനെ അത് ആദ്യക്കുട്ടിന് ഞാൻ പൊട്ടൊക്കെ ഇട്ടിട്ട് സുന്ദര കുട്ടപ്പനാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ഓയിലാട്ടോ ഇത്, കോട്ടക്കിൽ ആയുർവേദ ഒരു നല്ല അടിപൊളി ഓയിലാണ്. താരനൊക്കെ പെട്ടെന്ന് മാറാൻ യൂസ്ഫുൾ ആട്ടോ. ഞാനൊരു ഒരാഴ്ച യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ തന്നെ നല്ല റിസൾട്ടായിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇത് യൂസ് ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂർ പിടിച്ച് തലയിൽ വെക്കണം. അതിന് ശേഷമാണ് ആ ഷാമ്പു ഉപയോഗിച്ച്, ഇതിൻ്റെ കൂടെ കിട്ടുന്ന ഷാമ്പു തന്നെയാണ് ഉപയോഗിച്ച് കഴുകി കളയുക. പിന്നെ ഈ ഒരു സംഭവം നന്നായിട്ട് സ്ക്രബ് ചെയ്യുന്ന ഒരു സാധനമാണ്. എന്നിട്ട് നന്നായിട്ട് കഴുകി കളയുക. ഒരു അരമണിക്കൂറെങ്കിലും സ്ക്രബ് ചെയ്ത് കളയണം. ഇതായിട്ട് വന്നപ്പോൾ കൊണ്ടുവന്നത്. പിന്നെ ഈ ഒരു കഴിച്ച് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഇഷ്ടപ്പെട്ടപ്പോൾ വാങ്ങിയതാട്ടോ. പിന്നെ ആദ്യക്കൂട്ട നല്ല ഉറക്കമാണ്, ഞങ്ങൾ മാറ്റിയിട്ട് അവൻ ഉണർന്നിട്ടില്ല കേട്ടോ. അങ്ങനെ കിളികളൊക്കെ നോക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ച് കുറച്ച് തീറ്റ മാറ്റി കൊടുത്തിട്ടുണ്ട്. അതേപോലെ കുറച്ച് വെള്ളങ്ങളൊക്കെ മാറ്റിയിട്ട് വെള്ളമൊക്കെ റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതാ ചാവി ഇവിടെയാണ് വെക്കില്ല. ആദ്യക്കൂട്ടനും പാറുക്കുട്ടി ആരെങ്കിലും തുറക്കുന്ന ഒരു പേടിയുണ്ട്. കഴിഞ്ഞ ലവ് ബേർഡ്സ് ഫുള്ളും അങ്ങനെ പാറിപ്പോയതാണ്. അങ്ങനെ ഇതാ ഞങ്ങൾ കുട്ടച്ചൻ വന്നിട്ടുണ്ട്. അങ്ങനെ അച്ഛൻ്റെ അനിയനാട്ടോ. അപ്പോൾ അച്ഛൻ്റെ അനിയൻ്റെ കൂടെയായിട്ട് ഞങ്ങൾ പോണത്. അങ്ങനെ ആദ്യം ഇതാ അവൻ്റെ വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു പോയപ്പോൾ. അങ്ങനെ ഇതാ കുറേ നേരം ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നു കേട്ടോ. ഇന്ന് മഴ ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ആശ്വാസമായിട്ടാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഞങ്ങൾ പുറത്തേക്ക് പോയപ്പോൾ നല്ല മഴയായിട്ട് ഓട്ടോറിക്ഷയിൽ ഫുൾ ഞങ്ങൾ നനഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു സൈഡിൽ മൊത്തമായിട്ട് ഈ മഴക്കാലത്ത് എന്താ നന്നായിട്ട് നായ്ക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലായിടത്തും നോക്കുന്ന എല്ലാ ഭാഗങ്ങളിലും നന്നായിട്ട് വെള്ളം കയറിയിട്ടുണ്ട്. നന്നായിട്ട് വെള്ളം ഉണ്ട് കേട്ടോ. പാടം മൊത്തം വെള്ളമായിട്ട് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ ഈ ഒരു ചെറിയൊരു അരുവി ഇതാ ഞങ്ങളെ കുട്ടച്ചേൻ്റെ വീടിൻ്റെ മുറ്റത്ത് കൂടെയാണ് ഈ ചെറിയൊരു അരുവി ഒഴുകി പോണത് കേട്ടോ. കുളത്തിലത്തെ വെള്ളമാണ് ഇതിലൂടെ ഒഴുകി പോണത്. നല്ല മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണിത്. പിന്നെ ഞങ്ങൾ ഇവിടുന്നായിരുന്നു എല്ലാ കുളികളും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ സന്ധ്യ വിളക്കൊക്കെ കത്തിച്ച് ഇന്നത്തെ വിശേഷത്രേ ഉള്ളൂ.